ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഹൈദരാബാദിലെ അവസാനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഹൈദരാബാദി സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ ഇന്നത്തെ അടാറ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരാണ് കേട്ടോ. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ഗുൽക്കൊണ്ട ഫോർട്ടിലേക്കാണ് കേട്ടോ ആദ്യം പോയിട്ടുള്ളത്. ഈ ഗുൽഗണ്ട ഫോർട്ടിനെ കുറിച്ച് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണെന്ന് പറയുന്ന പോലെ ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു കോട്ട തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം. ഏതാണ്ട് 7 കിലോമീറ്റർ ചുറ്റളവിലാണ് കേട്ടോ ഈ കോട്ട പരന്നു കിടക്കുന്നത്. 1590 വരെ കുത്തുബ് ഷാഹി സുൽത്താൻമാരുടെ തലസ്ഥാനമായിരുന്നു ഈ ഗുൽക്കൊണ്ട. പിന്നീട് തലസ്ഥാനം അവർ ഹൈദരാബാദിലേക്ക് മാറ്റി. കുത്തുബ് ഷാഹി രാജവംശത്തിൻ്റെ തലസ്ഥാനമായതുകൊണ്ട് തന്നെ ഈ കോട്ട അവരുടെ പ്രധാന കേന്ദ്രമായിരുന്നു. 62 വർഷം എടുത്താണ് ഈ കോട്ട പണിത് തീർത്തത്. സാധാരണ കോട്ടകളൊക്കെ പണിയുമ്പോൾ താഴെ നിന്ന് മുകളിലേക്കാണ് പണിയുന്നത്. പക്ഷേ ഈ കോട്ട അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മുകളിൽ നിന്ന് താഴേക്കാണ് കേട്ടോ പണിഞ്ഞിട്ടുള്ളത്. ഗോൽക്കൊണ്ട എന്ന പേര് വന്നത് തെലുങ്കിൽ ഗൊല്ലാക്കൊണ്ട എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇടയന്മാരുടെ കുന്ന് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഒരു കുന്നിൻ മുകളിലാണ് കേട്ടോ ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 1512 മുതൽ 1687 കാലഘട്ടത്തിലെ തലസ്ഥാന നഗരമായിരുന്നു ഈ ഗോൽക്കൊണ്ട. അങ്ങനെ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് എത്തി. ഇത് അവിടുന്ന് പുറത്തുനിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ മുകളിലേക്കൊക്കെ ആളുകൾ കയറി പോകുന്നുണ്ട്. ഇവിടേക്ക് എൻട്രി ഫ്രീ ആയിരുന്നു കേട്ടോ. ഇവിടേക്ക് വേണമെങ്കിൽ നമുക്കൊരു ഗൈഡിനെ അവർ അറേഞ്ച് ചെയ്ത് തരും. പക്ഷേ അതിന് എക്സ്ട്രാ ചാർജ് നമ്മൾ കൊടുക്കണം. ഈ കോട്ടയെക്കുറിച്ചും കാര്യങ്ങൾ ഒക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. പണ്ട് കാലത്ത് വിലപിടിപ്പുള്ള രത്നങ്ങളൊക്കെ ഈ കോട്ടയിലാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണ ഇവിടെ വലിയ തിരക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. 11ാം നൂറ്റാണ്ടിലാണ് കേട്ടോ ഈ ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ നിർമ്മാണം. അവിടെ ഓരോ മണ്ഡപങ്ങളുണ്ട്. നമ്മൾ ശബ്ദങ്ങൾ പ്രതിധ്വനിക്കുന്ന മണ്ഡപം. പണ്ട് കാലത്ത് ടെലിഫോണും മറ്റു ആധുനിക സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്ന ടെക്നിക്കായിരുന്നു കേട്ടോ അത്. ഈ കോട്ടയിൽ നിന്നുള്ള കയ്യടി അടുത്തുള്ള കെട്ടിടങ്ങളിലേക്ക് കേൾക്കാൻ കഴിയും. ഒരു കൈയടിക്കുമ്പോൾ രാജാവ് വരുന്നു എന്നും, 2 കൈയടിക്കുമ്പോൾ അതിഥികൾ വരുന്നു എന്നും, 3 കൈയടിക്കുമ്പോൾ ശത്രുക്കൾ വരുന്നു എന്നുള്ളതായിരുന്നു കേട്ടോ അവരുപയോഗിച്ചിരുന്ന കോഡ് ഭാഷ. ശരിക്കും ഇതിൻ്റെ ഏറ്റവും മുകളിൽ പോയി നിന്നാൽ ഹൈദരാബാദ് നഗരം ഫുള്ള് കാണാമെന്നാണ് കേട്ടോ. പക്ഷെ ഞാൻ മോനെയും കൊണ്ട് പോകുന്നത് റിസ്ക് ആയതുകൊണ്ട് ഞാനും മോനും താഴെയായിരുന്നു. ബാക്കി എല്ലാവരും പോയി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഏറ്റവും മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൈദരാബാദിലെ ഫുൾ സിറ്റി ഫുള്ള് കാണാം. ഇവിടുന്ന് ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിട്ടോ. കാരണം നമുക്കിന്ന് വൈകിട്ട് തിരിച്ചു പോകേണ്ടതാണ്. 8 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ 2 ഡെസ്റ്റിനേഷനും കൂടി കണ്ടിട്ട് തിരിച്ച് ഒരു 6 മണിക്കെങ്കിലും തിരിച്ച് പോവേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനായ നമ്മുടെ ചാർമിനാറിലേക്കാണ് കേട്ടോ പോകുന്നത്. ഹൈദരാബാദിൻ്റെ ഹൃദയഭാഗമായ ചാർമിനാറാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പർച്ചേസിങ് ഏരിയ തന്നെയാണ്. എല്ലാം നല്ല വിലക്കുറവിലാണ് കേട്ടോ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഓർണമെൻറ്റ്സ് ആണെങ്കിലും എല്ലാ ഐറ്റംസും അവിടെ സുലഭമാണ്.
അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി കേട്ടോ. ഏകദേശം ഉച്ച 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നുള്ള ഹൈദരാബാദി ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ഒന്നും തിരഞ്ഞിട്ടൊന്നും ഞങ്ങൾക്ക് ഷോപ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ ഉള്ളൊരു ചെറിയൊരു ഷോപ്പ് കയറി സാധാരണ ഫ്രൈഡ് റൈസാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ദേ വീണ്ടും പർച്ചേസിങ് ഏരിയയിലേക്ക് എത്തി. ഇവിടെ എല്ലാം നല്ല വിലക്കുറവാണ് കേട്ടോ. വളകളാണെങ്കിലും ചെരുപ്പ്, ബാഗ്, അങ്ങനെ എല്ലാ ഐറ്റംസും 1591 കേട്ടോ ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പേര് ചാർ മീനാർ എന്ന 2 ഉറുദു വാക്കുകൾ ചേർന്നതാണ് ചാർമിനാർ എന്ന് പേര് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ 4 മിനാരങ്ങൾ ചേർന്നിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ചാർമിനാർ. പണ്ട് കാലത്ത് നമസ്കരിക്കാനുള്ളൊരു പള്ളി തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു ചാർമിനാർ. അങ്ങനെ ആ വിസിറ്റും കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇതേ പോകാനുള്ള ടൈമായി. ഞങ്ങളിതേ ഹൈദരാബാദിൽ എയർപോർട്ടിലേക്ക് എത്തി. 8:30 കേട്ടോ ഫ്ലൈറ്റ്. ഞങ്ങളവിടെ ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഹൈദരാബാദിലെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. 1 മണിക്കൂർ മുന്നെയൊക്കെ എത്തിയതുകൊണ്ട് തന്നെ വിശാലമായിട്ട് തന്നെ നമ്മുടെ ഹൈദരാബാദ് എയർപോർട്ട് കാണാൻ പറ്റി. ഒരു വലിയ മാളിലൊക്കെ പോയ ഒരു ഫീലായിരുന്നു കേട്ടോ. ശരിക്കും ഇതൊരു എയർപോർട്ടാണെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നില്ല. കാരണം അത്രയ്ക്ക് ഒരു ഡെക്കറേഷൻ തന്നെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. കുറേയൊക്കെ നടന്ന് കണ്ട് ക്ഷീണിച്ചു. പിന്നെ ഞങ്ങൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സമയമായിട്ട് അങ്ങനെ നമ്മൾ ആ ബസ്സിൽ കയറി ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. രാവിലത്തെ ഫ്ലൈറ്റ് യാത്രയും രാത്രിയിലെ ഫ്ലൈറ്റ് യാത്രയും നമ്മൾ അനുഭവിച്ചറിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൈദരാബാദ് യാത്രകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴുള്ള വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.